ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഒരു 8 ഇഞ്ചിൻ്റെ 3 വേ ബോക്സാണ് ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. ഇതിൻ്റെ ക്യാബിൻ നമ്മൾ റെഡിമെയ്ഡായിട്ട് തന്നെ നമ്മുടെ അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഒത്തിരി അന്വേഷിച്ച് നടന്ന് എന്നിട്ടാണ് കിട്ടിയത്. ഇത് 8 ഇഞ്ചിൻ്റെ വൂഫറും 5 ഇഞ്ചിൻ്റെ മിഡ് റേഞ്ചും 3 ഇഞ്ചിൻ്റെ ട്യൂട്ടറും വരുന്ന രീതിയിലുള്ള ക്യാബിനാണ് നമുക്ക് കിട്ടുന്നത്. ഏകദേശം ഒരു 2 അടി ഹൈറ്റും ഒരടി വീതിയിലുമാണ് ഇത് നമുക്ക് കിട്ടുന്നത്. ഇതിനകത്ത് വെക്കാനുള്ള ട്യൂട്ടറും മിഡ് റേഞ്ചും ഒക്കെ ഓൾറെഡി നേരത്തെ തന്നെ ഓരോരോ സാധനങ്ങളായിട്ട് പർച്ചേസ് ചെയ്തതായിരുന്നു. അപ്പം നമ്മുടെ കയ്യിലിരിക്കുന്നത് 4 ഇഞ്ചിൻ്റെ സീറ്റൻ്റെ ട്യൂട്ടറാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ക്യാബിന് വന്നിരിക്കുന്നത് 3 ഇഞ്ചിൻ്റെ കട്ടിങ്. അപ്പോൾ അത് നമ്മൾ മാനുവലി അത് നമ്മുടെ കയ്യിൽ അതിനുള്ള ടൂൾസും കാര്യങ്ങളൊന്നും കറക്റ്റായിട്ടില്ല. പിന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതി അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനാണ് നമ്മളിത് ഏറ്റവും കൂടുതൽ നമ്മുടെ ടൈം അതിലാണ് പോയത്. ഒത്തിരി നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഈ 3 വേ ബോക്സ് എന്ന് പറയുന്ന സാധനം. അതിൽ നിന്ന് കിട്ടുന്ന ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പാട്ട് കേൾക്കാനുള്ള ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ലെവൽ തന്നെയാണ്. അത് നമ്മൾ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ അതിൻ്റെ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാകത്തുള്ളൂ. പിന്നെ ഇത് എങ്ങനെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇന്ന് കുറേ നാളത്തെ ആലോചനയിലാണ് നമ്മളിത് ഇപ്പം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് ടൊയാറ്റോൻ്റെ 8 ഇഞ്ചിൻ്റെ വൂഫറാണ്. അത് നമ്മൾ ഷോപ്പിൽ പോയി ഡയറക്റ്റ് അത് ടൊയാറ്റോണും സീറ്റോണും കൂടെ തമ്മിൽ കമ്പയർ ചെയ്ത് നമ്മൾ കേട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടതാണ് നമ്മളെടുത്തിരിക്കുന്നത്. മിഡ് റേഞ്ചായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ബോൾട്ടൻ്റെയാണ്. ഈ മിഡ് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഒത്തിരി ഷോപ്പുകൾ നമ്മൾ അന്വേഷിച്ചാണ്. എല്ലാവരും പറയുന്നത് ഇപ്പോൾ അത് വരുന്നില്ലെന്നാണ് പറയുന്നത്. അങ്ങനെ കുറേ അന്വേഷിച്ച് നടന്നിട്ടാണ് നമുക്കിതൊരു ഷോപ്പിൽ നിന്ന് ഈ സാധനം കിട്ടുന്നത്. പിന്നെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ക്രോസ് ഓവർ, ഇതിൻ്റെ അകത്ത് 100 വാട്ടിൻ്റെ ഒരു ക്രോസ് ഓവറാണ് നമ്മൾ ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയതുകൊണ്ട് നമ്മളത് ഒരുപാട് വാട്സിൻ്റെ ഇപ്പോൾ വെച്ചിട്ടില്ല. നമ്മൾ ഈ ബോക്സിൻ്റെ അകത്തേക്ക് ഈ സബ് ഊഫറിൻ്റെ ഒക്കെ ബോക്സിൻ്റെ അകത്ത് വരുന്ന ടൈപ്പ് നല്ലൊരു പഞ്ച് ലെവൽ ബാസ് കിട്ടാൻ വേണ്ടി നമ്മൾ ഇതിൻ്റെ അകത്തുള്ള ഈ സ്പോഞ്ച് പോലത്തെ മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. SR ഉപയോഗിച്ചാണ് ഈ സാധനം നമ്മുടെ ബോക്സിൽ ഒട്ടിച്ചിരിക്കുന്നത്. നമ്മൾ ഫുള്ള് വെച്ചിട്ടില്ല. 2 ബോക്സിൻ്റെ ബാക്ക് സൈഡിൽ മാത്രമായിട്ടാണ് നമ്മളത് ആഡ് ചെയ്തിരിക്കുന്നത്. സ്പോഞ്ച് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ടൊയാറ്റോൻ്റെ വൂഫർ വരുന്നത് 80 വാട്സിൻ്റെ ആണ്. 20 വാട്സിൻ്റെ മിഡ് റേഞ്ചും 20 വാട്സിൻ്റെ ട്യൂട്ടറുമാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത്. വളരെ ആവശ്യത്തിന് മാത്രം എങ്ങും ടച്ച് ആവാത്ത രീതിയിൽ ഡയറക്റ്റ് ക്രോസ് ഓവറിൽ നിന്നും മിഡിലേക്കും സബിലേക്കും ട്യൂട്ടറിലോട്ടും പോകുന്ന അനുസരിച്ചാണ് നമ്മൾ വയർ എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് മാത്രമേ വയർ എടുത്തിട്ടുള്ളൂ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സ്പീക്കർ വയർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം.